മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിയെ വീണ്ടും അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുമ്പോൾ അണിയറയിൽ ചർച്ചയാകുന്നത് അറസ്റ്റിന് പിന്നിലുള്ള പലതരം ദുരുദ്ദേശങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി തൃശൂർ എത്തുന്നു എന്നത് തന്നെയാണ്. പ്രധാനമന്ത്രി തൃശൂർ എത്തുന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ ലോക്സഭാ ഇലക്ഷൻ പ്രചരണത്തിന്റെ ആരംഭം കുറിക്കൽ കൂടിയാകും അത്. മറ്റൊന്ന്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്നതാണ്. ഹർജിയിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷമാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. ഏതായാലും മുൻകൂർ ജാമ്യം ഇല്ലാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പരിപാടികളിൽ സുരേഷ് ഗോപി പങ്കാളിയാകും. തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേഗം നൽകാനാണ് മോദി എത്തുന്നത്. മോദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹർജിയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടില്ല. ജനുവരി 17-ന് മകളുടെ വിവാഹം ഗുരുവായൂരിലും സൽക്കാരം തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. ഹർജി 8-ന് മാത്രം പരിഗണിക്കുന്നതിനാൽ തൃശൂരിൽ മുൻകൂർ ജാമ്യം ഇല്ലാതെ സുരേഷ് ഗോപിക്ക് പങ്കെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നത് നിർണായകമാണ്. ഏതായാലും സുരേഷ് ഗോപി വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ പോലെയിരിക്കും കാര്യങ്ങളുടെ പോക്ക്. സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തിരിച്ചറിഞ്ഞായിരുന്നു. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. പകരം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വരണമെന്ന നോട്ടീസ് നൽകി വിട്ടയച്ചു. ഇതിന് പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തേടലാണോ എന്ന വിലയിരുത്തലും ഉയർന്നിരുന്നു. കുറ്റപത്രത്തിൽ IPC 354 വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും ഹർജിയിൽ സുരേഷ് ഗോപി പറയുന്നു.